ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 14 ശ്ലോകം 5. നാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ സ്തുതിക്കുന്നവനും ആനന്ദമുളകം കൊള്ളുന്നവനുമായ കർദമന് മനുവിൻ്റെ മകളായ ദേവഹൂതിയെ പത്നിയായിട്ടും അവളിൽ 9 പുത്രിമാരെയും ഭഗവാൻ തന്നെയാകുന്ന കപിലൻ എന്ന പുത്രനെയും ഒടുവിൽ മോക്ഷത്തെയും നൽകി അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് മറിയുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ മനു തന്നെ കർദമനെ സമീപിക്കുന്നു എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സമനുഷദരൂപയ മഹിഷ്യ ഗുണവത്യ സുതയാ ജദേവഹൂത്യ ഭവദീരിത നാരദോപദിഷ്ട സമഗാകർദ്ധമമാഗതി പ്രതീക്ഷം. സമനുഹു ശതരൂപയാ മഹിഷ്യ ഗുണവത്യ സുതയാ ച ദേവഹൂത്യ ഭവദ് ഈരിത നാരദോപദിഷ്ട സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യ സുതയാ ജദേവഹൂത്യ ഭവദീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. ഭവദീരിത നിദ്രവടിയാൽ പ്രേരിതനായ നാരദോപദിഷ്ട നാരദ മഹർഷി ഉപദേശിച്ച വിധം സഹ മനു ആ സ്വയംഭുവ മനു ശതരൂപയാ മഹിഷ്യ ശതരൂപ എന്ന പട്ടമഹർഷിയോടും ഗുണവത്യ ദേവഹൂത്യ സുതയാച്ച ഗുണവതിയായ ദേവഹൂതി എന്ന മകളോടും കൂടി ആഗതി പ്രതീക്ഷം കർദമം വരവ് കാത്തിരിക്കുന്ന കർദമം സമഗാത് അടുത്തേക്ക് വന്നു ചേർന്നു. ഭഗവാൻ വരം കൊടുത്ത് പറഞ്ഞതിന് ശേഷം കർദമൻ കാത്തിരിക്കുകയായിരുന്നാണ്. വരവ് കാത്തിരിക്കുന്ന കർദമൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നു. ഭഗവാനാൽ പ്രേരിതനായ നാരദ മഹർഷി ഉപദേശിച്ച വിധം ആ സ്വയംഭൂ മനു ശതരൂപ എന്ന പട്ടമഹർഷിയോടും ഗുണവതിയായ ദേവഹൂതി എന്ന മകളോടും കൂടി വരവ് കാത്തിരിക്കുന്ന കർദമൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നു. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യ സുതയാ ജദേവഹൂത്യ ഭവദീരിത നാരദോപദിഷ്ട സമഗാകർദ്ധമമാഗതി പ്രതീക്ഷം. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യ സുതയാ ജദേവഹൂത്യ ഭവദീരിത നാരദോപദിഷ്ട സമഗാകർദ്ധമമാഗതി പ്രതീക്ഷം. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യ സുതയാ ജദേവഹൂത്യ ഭവദീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.